ഗാന്ധിജിയെ കൊന്നത് എന്തിന് ഗോഡ്സെ? എന്തെങ്കിലും വ്യക്തിപരമായ തർക്കങ്ങളുടെ പേരിലായിരുന്നോ? അല്ല, അങ്ങനെയല്ല എന്ന് ഗോഡ്സെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ മൗനം പാലിച്ചാലും, ആരൊക്കെ വ്യാഖ്യാനങ്ങൾ ചമച്ചാലും, 1948 ജനുവരി 30 രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നു ഗോഡ്സെ. ഗോഡ്സെയും കൂട്ടാളികളും അവിടെ വെച്ച് അറസ്റ്റിലാകപ്പെടുന്നുണ്ട്. തന്റെ പിതാവ് കൊല ചെയ്യപ്പെട്ടു എന്ന വിവരമറിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ഇളയപുത്രൻ ദേവദാസ് ഗാന്ധി ആകെ അസ്വസ്ഥനായി ഓടിക്കിതച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ അപ്പോൾ ഗോഡ്സെയുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. 1948 ജനുവരി 30 വൈകുന്നേരം ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവവും അസാധാരണവുമായ ഒരു കൂടിക്കാഴ്ച പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നു. ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സെയും ഗാന്ധിജിയുടെ ഇളയ മകനായ ദേവദാസ് ഗാന്ധിയും തമ്മിൽ. ഗോഡ്സെയ്ക്ക് ഒരു ചാഞ്ചല്യവും ഉണ്ടായില്ല. ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ സമീപത്തേക്ക് നടന്നു ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം ഏകപക്ഷീയമായി സംസാരം തുടർന്നു. ഗോഡ്സെ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ നഷ്ടമായിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഞാനാണതിന് കാരണക്കാരൻ. നിങ്ങളുടെ പിതാവിനെ വധിച്ചത് ഞാനാണ്. ഗോഡ്സെ പറയുകയാണ്. എന്തു പറയണമെന്നറിയാതെ സ്വന്തം പിതാവിനെ, രാഷ്ട്രത്തിന്റെ പിതാവിനെ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ഒരു പ്രതിമ കണക്കെ സ്തംഭിച്ചു നിൽക്കുന്നു ദേവദാസ് ഗാന്ധി. ഗോഡ്സെ വീണ്ടും സംസാരം തുടർന്നു. ഗോഡ്സെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. ഇനി ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം. നിങ്ങളുടെ പിതാവുമായി മിസ്റ്റർ ഗാന്ധിയുമായി എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല, ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. ഇത്രയും പറഞ്ഞപ്പോ ദേവദാസ് ഗാന്ധി ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനെന്റെ പിതാവിനെ കൊന്നു? വ്യക്തിപരമായ ഒരു വിരോധവുമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു? ആ ചോദ്യത്തിന് ഗോഡ്സെ പറയുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി മനുഷ്യനുള്ള കാലത്തോളം ഈ രാജ്യം മറന്നുപോകാൻ പാടില്ലാത്തൊരു മറുപടിയാണ്. ഗുജറാത്തിലെ മ്യൂസിയം മുതൽ മാതൃഭൂമി പത്രം വരെ ആവർത്തിച്ചാവശ്യപ്പെട്ടാലും മതനിരപേക്ഷ ബോധമുള്ള മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറന്നുപോകാൻ പാടില്ലാത്ത മറുപടിയാണ് ഗോഡ്സെ ദേവദാസ് ഗാന്ധിയോട് 1948 ജനുവരി 30 പറഞ്ഞത്. ആ മറുപടി ഇങ്ങനെയായിരുന്നു: The reason is political, purely political and political alone. ഇതാണ് മറുപടി. The reason is political, purely political and political alone. രാഷ്ട്രീയമാണ് കാരണം, രാഷ്ട്രീയം മാത്രം, രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ പിതാവിനെ, ഗാന്ധിയെ കൊല്ലാനുള്ള ഏക കാരണം രാഷ്ട്രീയമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ രാഷ്ട്രീയം എന്ത് എന്ന് വിശദീകരിച്ചു തരണമെന്ന് എനിക്കുണ്ട്, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ. പക്ഷെ അതിനെനിക്കൊരു അരമണിക്കൂർ സമയം വേണം. ഈ പോലീസുകാർ അതിനെന്നെ അനുവദിച്ചാൽ ഞാനത് വിശദീകരിക്കാം. പക്ഷെ പോലീസുകാരപ്പോൾ അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല, ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ഗോഡ്സെയ്ക്ക് തന്റെ രാഷ്ട്രീയം, ഗാന്ധിയെ കൊന്ന രാഷ്ട്രീയം വിശദീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം അത് ബാക്കി വെച്ചില്ല. ഗാന്ധി വധക്കേസിന്റെ വിചാരണാവേളയിൽ അന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിശദീകരിക്കാൻ കഴിയാതെ പോയ, ഗാന്ധിയെ വധിക്കാൻ കാരണമായ തന്റെ രാഷ്ട്രീയം വിശദീകരിക്കുന്നുണ്ട് കോടതി മുറിയിൽ. ഗോപാൽ ഗോഡ്സെ പിന്നീടത് വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറക്കിയിട്ടുമുണ്ട്. ഏതാണ് ആ രാഷ്ട്രീയം? എവിടെ നിന്ന് കിട്ടി ഗോഡ്സെക്ക് ആ രാഷ്ട്രീയം? ഒരു ഉൾവിളി ഉണ്ടായതല്ല. ആ രാഷ്ട്രീയത്തിന്റെ വേരുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ഹീനവും വിപൽക്കരവുമായ രാഷ്ട്രീയം, അത് 6ാമത്തെ മാപ്പപേക്ഷയ്ക്ക് ശേഷം അൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ താമസിക്കുന്ന കാലത്ത് സവർക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, 1923. പുസ്തകത്തിന്റെ പേര് ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ്. ആ പുസ്തകത്തിലൂടെയാണ് സവർക്കർ ആക്രമണോത്സുകമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത്. മതരാഷ്ട്ര നിർമ്മിതിയുടെ ഏറ്റവും വിപൽക്കരമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത് ആ പുസ്തകത്തിലൂടെയാണ്. ഇങ്ങനെയൊരു പുസ്തകം സവർക്കർ രചിച്ചു എന്ന് മനസ്സിലാക്കി
925 ഏപ്രിൽ മാസം ഹെഡ്ഗവാർ സവർക്കറിന്റെ വീട്ടിൽ വന്ന് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതേ കൊല്ലം 925 ഒക്ടോബറിൽ ഹെഡ്ഗവാർ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് RSS. ആ RSSന്റെ രാഷ്ട്രീയ പദ്ധതി സവർക്കർ സംഭാവന ചെയ്തതാണ്. ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന RSS പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ രണ്ടാമത്തെ ആചാര്യനായ, രണ്ടാമത്തെ സർസംഘചാലകായ ഗോൾവൽക്കറാണ് പിന്നീട് അതിനെ RSSന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമായി വികസിപ്പിച്ച് വിചാരധാര എഴുതി പൂർത്തിയാക്കിയത്. ആ വിദ്വേഷത്തിന്റെ, ആ വിഭജനത്തിന്റെ, ആക്രമണോത്സുകമായ ഭിന്നാഭിപ്രായമുള്ളവരെയെല്ലാം ഉന്മൂലനം ചെയ്യണം എന്ന് കൃത്യവും വ്യക്തവുമായി എഴുതി വെച്ചിട്ടുള്ള രാഷ്ട്രീയ പദ്ധതിയുമായാണ് RSS മുൻപോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയമാണ് ഗാന്ധിജിയുടെ ജീവനെടുത്തത്. ആ രാഷ്ട്രീയമാണ്, രാഷ്ട്രപിതാവിനെ കൊന്ന രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയെ കൊല്ലാൻ വെമ്പി നിൽക്കുന്നത്.